The next heading will be revaluation of assets and liabilities. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ പഠിച്ചു. ഇനി 2-3 ഹെഡും കൂടി ഉള്ളൂ. ഒരു റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസും അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് ക്വസ്റ്റിനും വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ 2 പാർട്ട്നേഴ്സേ ഉള്ളൂ. ഇപ്പം നമ്മൾ മൂന്നാമതൊരു പാർട്ട്ണർ നമ്മൾ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പല പ്രിക്കോഷൻസ് എടുക്കുമ്പോൾ പല പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ബിസിനസ്സിലുള്ള അസറ്റ്സുകളും ലയബിലിറ്റീസുകളും റീവാല്യൂ ചെയ്യൽ. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ അസറ്റ്സുകളും എല്ലാ ലയബിലിറ്റീസും അത് ജസ്റ്റ് നമ്മളൊന്ന് റീവാല്യൂ ചെയ്യും. അപ്പോൾ ഏതൊക്കെ അസറ്റ്സ് ആണ് നമ്മൾ റീവാല്യൂ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൻ്റെ വാല്യൂസും ലയബിലിറ്റീസിൻ്റെ വാല്യൂസും ഉണ്ടാവും. പക്ഷെ ഈ ബാലൻസ് ഷീറ്റിൽ ഈ പേപ്പറിൽ ബുക്സിൽ അക്കൗണ്ട്സിൽ ഉള്ള അതേ വില തന്നെ ആയിരിക്കണം എന്നില്ല അതിൻ്റെ റിയൽ വാല്യൂ എന്ന് പറഞ്ഞ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 10-20 വർഷം മുമ്പായിരിക്കാം നമ്മൾ ഈ ലാൻഡും ബിൽഡിംഗ് കൂടി വാങ്ങിയിട്ടുണ്ടാവുക. അന്ന് ഈ ലാൻഡിൻ്റെ വില നമ്മൾ എഴുതിയത് 25 ലക്ഷം എന്നായിരിക്കാം. ലാൻഡാണ്, ഡിപ്രിഷിയേറ്റ് ചെയ്യില്ല, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്നും 25 ലാക്സ് തന്നെ ആയിരിക്കാം. പക്ഷേ 25 വർഷങ്ങൾക്ക് ഇപ്പുറവും അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ 25 ലാക്സ് എന്ന് പറഞ്ഞ ലാൻഡിൻ്റെ വില അതേ 25 ലാക്സ് തന്നെ ആവുമോ? അല്ലല്ലോ. അപ്പോൾ ലാൻഡിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ആ ലാൻഡിനെ റീവാല്യൂ ചെയ്യണം. അതുപോലെ പല അസറ്റ്സുകളും നമ്മുടെ പേപ്പറിലുള്ള ആ വാല്യൂ ആയിരിക്കില്ല റിയലി ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ, പ്രിൻ്റർ, പ്രൊജക്ടർ, അല്ലെങ്കിൽ മെഷീനറി, AC, അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാവാം. ഈ പല സാധനങ്ങൾക്കും റിയൽ വാല്യൂ ആയിരിക്കത്തില്ല പേപ്പറിൽ ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പറത്തെ വാല്യൂയും റിയൽ വാല്യൂയും ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചൊറ ഇനി വേണ്ട, അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രയാസം ഇനി വേണ്ട, അതുമായി ബന്ധപ്പെട്ട ടോക്ക് ഇനി വേണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, പേപ്പറിലുള്ള എല്ലാ വാല്യൂസും ബുക്കിലുള്ള എല്ലാ വാല്യൂസും റിയലിയുള്ള വാല്യൂസ് ഒക്കെ ഒന്നാണോ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ അസറ്റ്സിനൊക്കെ എന്ത് വില വേണമെങ്കിലും നമുക്ക് ബാലൻസ് ഷീറ്റിൽ എഴുതി കൂടെ. അപ്പോൾ ഒരാൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിലുള്ള എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റീസും റീവാല്യൂ, എസ്പെഷ്യലി നമ്മൾ റീവാല്യൂ ചെയ്യൽ വി ഫീൽ ലൈക്ക് നമ്മളുടെ പേപ്പറുള്ള വാല്യൂയും ആക്ച്വൽ വാല്യൂ വ്യത്യാസമുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആക്ച്വലി റീവാല്യൂ ചെയ്യുക. എല്ലതും റീവാല്യൂ ചെയ്യണം എന്നൊരു നിർബന്ധം ഇല്ലതാണ്. അപ്പോൾ നമ്മൾ റീവാല്യൂ ചെയ്യും. റീവാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ നോക്കാം, ലാൻഡ് എന്ന് പറഞ്ഞ അസറ്റ് ഉണ്ട്. ഞാൻ ചെറിയ ചെറിയ നമ്പേഴ്സ് എടുക്കാം. 1 ലാക്ക് ആണ് ലാൻഡിൻ്റെ വാല്യൂ. നമ്മളിത് റീവാല്യൂ ചെയ്തു. 1,70,75,000 ആയിട്ട് റീവാല്യൂ ചെയ്തു. അപ്പോൾ ഈ റീവാല്യൂഷൻ നമുക്ക് ജേർണൽ എൻട്രി ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി ആയിട്ട് എങ്ങനെ എഴുതുക? 1 ലക്ഷം അല്ലേ ലാൻഡിൻ്റെ വില ഉള്ളത്. അപ്പോൾ ഈ 1 ലക്ഷം എന്ന് പറഞ്ഞ ലാൻഡിൻ്റെ വില 1,70,75,000 കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലാൻഡ് എന്ന് പറഞ്ഞ അക്കൗണ്ട്, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് അല്ലേ ചെയ്യാം. ആ ലാൻഡ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ 75,000 ഡെബിറ്റ് ചെയ്യണം. കാരണം ഓൾറെഡി ലാൻഡിൽ എത്ര ഉണ്ട്? 1 ലക്ഷം ഉണ്ട്. അതിലേക്ക് ഒരു 75,000 കൂടി ആഡ് ചെയ്യണം. ടു ബാങ്ക് എന്ന് എഴുതാൻ പറ്റുമോ? അതിന് ഞാനിത് ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല. ടു ബാങ്ക് എഴുതാൻ പറ്റില്ല. ടു ക്യാഷ് എഴുതാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തെന്നാണ് എഴുതുക? എന്തുകൊണ്ടാണ് വാല്യൂ കൂടിയത്? ഡ്യൂ ടു റീവാലുവേഷൻ. സോ സിംപ്ലി ഇറ്റ് ഈസ് റീവാലുവേഷൻ. ഹൗ മച്ച്? എവരിബഡി 75,000. ആൻഡ് ദാറ്റ്സ് ഹൗ വി പാസ് ജേർണൽ എൻട്രി. We have lot of techniques actually in it. So wait here until my conclusion. You will be happy, 100% happy. That's my confidence actually. We have lot of everybody ideas, techniques to learn that these points and all. So here also we have some idea. So wait until my swag actually clear. Everybody fine. So for example, where was it? Machinery. So machinery ആണ്. മെഷീനറിയുടെ വില എന്ന് പറഞ്ഞത് 50,000 ബുക്സിലുള്ളത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആകെ 30,000 വില ഉള്ളൂ. അപ്പം മെഷീനറി എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ വില റെഡ്യൂസ് ചെയ്യണം. മെഷീനറിയുടെ വില റെഡ്യൂസ് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ വില റെഡ്യൂസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലേ ചെയ്യുക. എത്ര ക്രെഡിറ്റ് ചെയ്യുക? 20,000 രൂപ ക്രെഡിറ്റ് ചെയ്യുക. കാരണം 50,000 ആണ്ടത് 30,000 ആയിട്ട് റീവാല്യൂ ചെയ്ത് 20,000 ക്രെഡിറ്റ് ചെയ്യാം. അതർ പോർഷൻ വിൽ ബി ആര് പറയും മക്കളെ? റീവാല്യൂഷൻ. 20,000 ജേർണൽ എൻട്രി വിൽ ബി റീവാല്യൂഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി. മനസ്സിലാവുക? ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ആംഗിൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. അസറ്റ് കൂടി, അസറ്റ് കുറഞ്ഞ്, ലാബിലിറ്റി കൂടി, ലാബിലിറ്റി കുറഞ്ഞ്, ആ ആംഗിൾ നിങ്ങൾക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും. അതർ പോർഷൻ വിൽ ബി ഓൾവേസ് റീവാലുവേഷൻ. അതർ പോർഷൻ വിൽ ബി ഓൾവേസ് റീവാലുവേഷൻ. ആൻഡ് ദാറ്റ്സ് ഹൗ വി ഡു ദ പ്രോബ്ലംസ്. യു ഗെറ്റ് ഇറ്റ്? ഫൈൻ. നമുക്ക് വേറൊരു പോർഷൻ എടുക്കാം. ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചറിന്റെ വില 20,000 ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഫർണിച്ചറിന്റെ വില 25,000 ആയിട്ട് ഉയർത്തി. അപ്പോൾ ഫർണിച്ചറിന്റെ വില 5,000 കൂടി. ഫർണിച്ചർ കൂടിയ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 5,000. അതർ പോർഷൻ വിൽ ബി റീവാലുവേഷൻ. സിമ്പിൾ എൻട്രി. മനസ്സിലായോ? ഇനി ലയബിലിറ്റി നോക്കാം. ലയബിലിറ്റി ആയിട്ട് ഞാൻ ഒരു ഐറ്റം എടുക്കാം. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കാനിവിടെ എഴുതിയുള്ളത് 40,000 എന്നാണ്. ഇത്ര 40,000 എന്നാണ്. പക്ഷെ ഞാൻ പിന്നീട് റീവാലുവേ മനസ്സിലായി, 40,000 കൊടുക്കാനില്ല, നമ്മൾ ആകെ 35,000 കൊടുക്കാനുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ ഒരു അബദ്ധം പറ്റി പോയതാണ്. ശരിക്കും 35,000 രൂപയെ ഞാൻ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ലയബിലിറ്റി ആണ്. അത് 40,000 35,000 എത്തിക്കണം. അപ്പോൾ ക്രെഡിറ്റർ ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റർ റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ക്രെഡിറ്റ് അല്ലേ, ലയബിലിറ്റി ക്രെഡിറ്റ് അല്ലേ, അത് മൈനസ് ചെയ്യുമ്പോൾ, റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് അല്ലേ ചെയ്യുക. സോ എൻട്രി വിൽ ബി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 5,000. അതർ പോർഷൻ വിൽ ബി ഓൾവേസ് റീവാലുവേഷൻ അക്കൗണ്ട് 5,000. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ലോൺ. സോ ഞാൻ ബാങ്ക് ലോൺ അടക്കാം എന്ന് എഴുതിയിട്ടുള്ളത് ഏകദേശം ഒരു 5 ലക്ഷം രൂപയാണ്. പക്ഷേ ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് ശരിക്കും 5 ലക്ഷം അല്ല ബാങ്ക് ലോൺ എടുക്കാനുള്ളത്, 6 ലക്ഷം അടക്കാണ്ടെന്ന്. സോ ലയബിലിറ്റി കൂടുമ്പോൾ ഞാൻ എവിടെ എഴുതുക? ക്രെഡിറ്റിലല്ലേ എഴുതുക. അപ്പോൾ ക്രെഡിറ്റിൽ ഞാൻ എഴുതുന്നു ബാങ്ക് ലോൺ വിച്ച് ഇസ് ഈക്വൽ ടു 6 ലക്ഷം എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എത്ര കൂടി മക്കളെ? 1 ലക്ഷം. അതർ പോർഷൻ വിൽ ബി പറയും മക്കളെ റീവാലുവേഷൻ 1 lakh. ആൻഡ് ദാറ്റ്സ് ഹൗ വി പാസ് ജേണൽ എൻട്രി. കംഫർട്ടബിൾ അല്ലേ? ഫൈൻ. ഇപ്പം ദാറ്റ്സ് ഹൗ നിങ്ങൾക്ക് വളരെ ഈസിലി എന്ത് ചെയ്യാം? റീവാലുവേഷൻ ജേണൽ എൻട്രീസ് പഠിക്കാം. ഇനി നമുക്കൊരു റീവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് ചെയ്താം. അപ്പോൾ എഴുതി കൊടുക്കുക, ഒരു റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, വരച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്. നോക്കി വെക്കാം. നമ്മൾ സിമ്പിളായിട്ട് ഈ ഫോർമാറ്റ് പഠിച്ചാൽ മതി. ഇനി ജേണൽ എൻട്രി ഒന്നും ആവശ്യമില്ല. ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മൾ ഇവിടെയാണ് എഴുതുക. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ ഇവിടെയാണ് എഴുതുക എന്ന് പറയുമ്പോൾ അസറ്റിൻ്റെ വില കുറഞ്ഞാൽ ഇവിടെ അല്ലേ എഴുതുക? ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൻ്റെ വില കുറഞ്ഞാൽ ഇവിടെ എഴുതുക. അപ്പോൾ അസറ്റിൻ്റെ വില കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യുക, അസറ്റിൻ്റെ വില കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. കംഫർട്ടബിൾ ആണല്ലോ? ഫൈൻ. അസറ്റിൻ്റെ വില കൂടുമ്പോൾ ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എല്ലതും എന്ന് പഠിച്ചാൽ മതി. അസറ്റിൻ്റെ വില കൂടുമ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എല്ലതും എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അസറ്റിൻ്റെ വില കൂടുമ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ കുറയുമ്പോൾ ഡെബിറ്റ് അല്ലേ, അതുകൊണ്ടല്ലേ ഡെബിറ്റ് ചെയ്ത്. അസറ്റിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ലയബിലിറ്റി. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ്, അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ ഡെബിറ്റ് അല്ലേ. ലയബിലിറ്റി ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലയബിലിറ്റി. കണ്ട ഫോർമാറ്റ്. അസറ്റിൻ്റെ വില കൂടുമ്പോൾ ക്രെഡിറ്റ്, ലയബിലിറ്റിയുടെ വില കൂടുമ്പോൾ ഡെബിറ്റ് ആണ്. ലയബിലിറ്റിൻ്റെ വില കൂടുമ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ കുറയുമ്പോൾ ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കുക ഡിക്രീസിങ് വാല്യൂ ഓഫ് ലയബിലിറ്റി. സിമ്പിൾ പരിപാടി. അപ്പോൾ അസറ്റിൻ്റെ വില കൂടുമ്പോൾ അവിടെ എഴുതുക, കുറയുമ്പോൾ അവിടെ എഴുതുക. ലയബിലിറ്റി വില കൂടുമ്പോൾ ഇവിടെ എഴുതുക, കുറയുമ്പോൾ അവിടെ എഴുതുക. അൺറെക്കോർഡഡ് ലയബിലിറ്റി, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത അസറ്റും അതേപോലെ റെക്കോർഡ് ചെയ്യാത്ത ലയബിലിറ്റിയും. അതായത് നമുക്ക് അങ്ങനെ ഒരു അസറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ ബുക്സിൽ എവിടെയും ആ ഒരു അക്കൗണ്ട് ഇല്ല. നമ്മുടെ ബുക്സിൽ എവിടെയും നമ്മളൊരു എൻട്രി ചെയ്തിട്ടില്ല. വിട്ടുപോയതായിരിക്കാം, മറന്നു പോയതായിരിക്കാം, എററായിരിക്കാം, എന്തുമായിരിക്കാം. നമ്മളെടുത്ത് അങ്ങനെ ഒരു അസറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ ബുക്കിൽ അങ്ങനെ ഒരു അസറ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ ആ അസറ്റ് നമ്മൾ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് അൺറെക്കോർഡ് അസറ്റ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, അൺറെക്കോർഡ് അസറ്റ് എന്ന് പറയുമ്പോൾ റെക്കോർഡ് ചെയ്യാത്ത അസറ്റ് അല്ലേ. അതിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ഇൻ അസറ്റ് പോലല്ലേ, അസറ്റ് കൂടുന്നോടെ തന്നെ എഴുതി.
അൺറെക്കോർഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷെ അൺറെക്കോർഡ് ലയബിലിറ്റി നമ്മൾ എഴുതുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊരു ലയബിലിറ്റി കൂടുന്ന പോലെയല്ലേ അത് എഴുതുമ്പോൾ. അതെ, അപ്പോൾ ലയബിലിറ്റി കൂടുന്ന സ്ഥലത്ത് തന്നെയാണ് അതും എഴുതിയുള്ളത്. കംഫർട്ടബിൾ അല്ലേ? രണ്ട് സൈഡ് ഒന്ന് ടോട്ടൽ ചെയ്യുക, ഒന്ന് മൈനസ് ചെയ്യുക, യു വിൽ ഗെറ്റ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. സോ ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത് എങ്കിലും അതൊരു റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിരിക്കാം. റീവാലുവേഷൻ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഷെയർ ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോയിൽ? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ ഇറ്റ് ഈസ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ റീവാലുവേഷനെ കൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയാം? അസറ്റ് കൂടുമ്പോൾ ഇവിടെ എഴുതുക, അത് മാത്രം പഠിച്ചാൽ മതി. അസറ്റ് കൂടുമ്പോൾ അവിടെ, അപ്പോൾ കുറയുമ്പോൾ അവിടെ. അസറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി. അസറ്റ് കൂടുമ്പോൾ അല്ലേ, അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോഴാണ് ഇവിടെ. ലയബിലിറ്റി കൂടുമ്പോൾ അവിടെ. അണ്ടർ റെക്കോർഡ് അസറ്റ്, അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി. അണ്ടർ റെക്കോർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാത്തൊരു അസറ്റ് നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അത് ജസ്റ്റ് ഒരു എങ്ങനെ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റെക്കോർഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അപ്പോൾ അസറ്റ് കൂടിയ പോലെ, അപ്പോൾ കൂടിയ സ്ഥലത്ത് തന്നെ എഴുതുക, കുറഞ്ഞ സിമ്പിൾ പരിപാടി, സിമ്പിൾ പരിപാടി. പിന്നെ ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന്. അവർ ഏത് റേഷ്യോ എടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സ് പിക്ചറിൽ വന്നു കഴിഞ്ഞാൽ ഏത് റേഷ്യോ? ഓൾഡ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഒരിക്കലും ക്ലാഷ് വരേണ്ട ആവശ്യമില്ല. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞ റേഷ്യോ അത് ഗുഡ് വിൽ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലത്തല്ലാതെ ഒരു സ്ഥലത്ത് പോലും പിക്ചറിൽ വരാൻ പാടില്ല സാക്രിഫൈസ് റേഷ്യോ. ഓൾഡ് പാർട്ട്നേഴ്സ് വരുന്ന മറ്റെല്ലാ സാഹചര്യങ്ങളിലും ഓൾഡ് റേഷ്യോ എടുക്കാം. എല്ലാവരും കൂടി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ന്യൂ റേഷ്യോ എടുക്കാം. ആൻഡ് ദാറ്റ്സ് എ പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റേഷ്യോ. യു ഗെറ്റ് ഇറ്റ് എവ്രിബഡി? ഓഫ് കോഴ്സ് യെസ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്കൂൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ നോർമലി ഒരു റീവാലുവേഷൻ അസറ്റ് കൂടുമ്പോൾ കുറയുമ്പോൾ ഒരു പ്രൊഫോമ, ഒരു ഫോർമാറ്റ്, പിന്നെ സാറ് പാക പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് എഴുതുക, ക്രെഡിറ്റിലാണെന്ന് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് കുറയുമ്പോൾ ഇവിടെയാണ് എഴുതുക, അതിൻ്റെ ലയബിലിറ്റി അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ആ വഴിയിൽ നിങ്ങളൊരു ഓക്കെ ആയിരിക്കാം, ഹാപ്പി ആയിരിക്കാം. പക്ഷെ ഞാൻ സെർവ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് ആൻഡ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇതിലില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അനദർ ടെക്നിക്. This account, this revaluation account is actually a happiness account. What was that? It is a happiness account. Let me show you. ഇത് ഹാപ്പിനെസ് അക്കൗണ്ട് പെർസ്പെക്റ്റീവിൽ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടി സൈഡിലേക്ക് തരാം. ഇറ്റ് ഈസ് എ ഹാപ്പിനെസ് അക്കൗണ്ട്. ഏതൊക്കെ മക്കളെ? ഹാപ്പിനെസ് അക്കൗണ്ട്. ഇറ്റ്സ് എ ഹാപ്പിനെസ് അക്കൗണ്ട്, റൈറ്റ്? ഹാപ്പിനെസ് അക്കൗണ്ട്. അങ്ങനെ സാറേ ഹാപ്പിനെസ് അക്കൗണ്ട് പറഞ്ഞ്, അതായത് ഇഫ് എ ട്രാൻസാക്ഷൻ മേക്ക് യു ഹാപ്പി, ക്രെഡിറ്റ് സൈഡ്. ഇഫ് എ ട്രാൻസാക്ഷൻ മേക്ക് യു ഹാപ്പി, ക്രെഡിറ്റ് സൈഡ്. ഇഫ് എ ട്രാൻസാക്ഷൻ മേക്ക് യു അൺഹാപ്പി, ഡെബിറ്റ് സൈഡ്. ഇറ്റ്സ് സിംപ്ലി ഹാപ്പി ആൻഡ് അൺഹാപ്പി. ഇഫ് യു ആർ ഹാപ്പി, ക്രെഡിറ്റ് സൈഡ്. ഇഫ് യു ആർ അൺഹാപ്പി, ഡെബിറ്റ് സൈഡ്. ഒരു ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണോ, ക്രെഡിറ്റ് സൈഡ്. ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ അൺഹാപ്പി ആണോ, ഡെബിറ്റ് സൈഡ്. ആൻഡ് ദാറ്റ്സ് ഹൗ യു റിമെമ്പർ റീവാലുവേഷൻ അക്കൗണ്ട്. That's how you remember revaluation account. So revaluation account is a happiness account. Once a transaction make you happy, go to credit side. Once a transaction make you unhappy, go debit side. നമുക്ക് നോക്കി ഓക്കെ ഈ സിസ്റ്റം വർക്ക് ഔട്ട് എന്നുള്ളത്. ലെറ്റ് മീ സേ ബിൽഡിങ്ങിന്റെ വില കൂടി, യു ഹാപ്പി ഓർ അൺഹാപ്പി? ഹാപ്പി. ക്രെഡിറ്റ് സൈഡ്, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്, ക്രെഡിറ്റ് സൈഡ്. കണ്ട? ഓക്കെ, ലോൺ എമൗണ്ട് നിങ്ങളുടെ വിചാരം 10 ലക്ഷം കൊടുക്കാണ്ടതാണ്. നൗ യു അണ്ടർസ്റ്റുഡ് 10 ലക്ഷം കൊടുക്കാനില്ല, നിങ്ങൾ ആകെ 8 ലക്ഷമേ കൊടുക്കാനുള്ളൂ. യു ഹാപ്പി ഓർ അൺഹാപ്പി? ഓഫ് കോഴ്സ് ഹാപ്പി. ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ലയബിലിറ്റി, ക്രെഡിറ്റ് സൈഡ്. ഹാപ്പിനെസ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. എൻ്റെ ഫോണിൻ്റെ വില ഞാൻ വാങ്ങുമുണ്ടായത് 1,50,000. നൗ സഡൻലി ഇതിൻ്റെ വില നോക്കിയപ്പോൾ ഇറ്റ്സ് ഓൺലി ഹാവിങ് 1,30,000. ഞാൻ ഹാപ്പി ആവോ അൺഹാപ്പി ആവോ? ഐ എം ഡെഫിനറ്റ്ലി അൺഹാപ്പി. ഇഫ് ഐ അൺഹാപ്പി, ഗോ ടു ഡെബിറ്റ് സൈഡ്. നോക്കി, ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. എൻ്റെ വിചാരം ഞാൻ കടത്തിന് വാങ്ങിയ ആളുകൾക്ക് 50,000 കൊടുക്കേണ്ടതാണ്. സഡൻലി ഞാൻ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, സാറേ 50,000 അല്ല തരാനുള്ളത്, സാർ 60,000 തരാണ്ട്. സ്റ്റിൽ ഞാൻ ഹാപ്പി ആണോ അൺഹാപ്പി ആണോ? ഐ എം ഡെഫിനറ്റ്ലി അൺഹാപ്പി. ഇഫ് ഇറ്റ് ഈസ് ഹാപ്പി, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലയബിലിറ്റി, ഡെബിറ്റ് സൈഡ്, unhappy. So that side is a happiness side. This side is a unhappiness side. You get it everybody, and that's it. Suddenly എൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ ഒരു 500 നോട്ട് കിട്ടി. I'm happy or unhappy? I'm so much happy. So much happy. Unrecord asset, happiness side. ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിന് 2,000 കൊടുക്കാണ്ടായിരുന്നു, ആ കുതിരത് മറന്നു ഞാൻ വിചാരിച്ച്. സഡൻലി ഓ ഫിലിം വിളിച്ച് ചോദിക്കണേ, എടാ എൻ്റെ 2,000 പതി തരാണ്ട്. ഓനെ മറന്നിട്ടില്ല. പണി 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 പണി. Unrecorded liability. You happy or unhappy? Definitely unhappy.
സോ ദാറ്റ്സ് വൈ പറയും മക്കളെ ഡെബിറ്റ് സൈഡ്. നിങ്ങൾ ഫ്രണ്ട്സിനെ കടം കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. ലവ് ദം ലവ് ദം ലവ് ദം ദ വേ ദേ ആർ ലവ് യു. ലവ് ദം ലവ് ദം ലവ് ദം. ക്ലിയർ? ഫൈൻ. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ ഈസിലി ലേൺ റീവാലുവേഷൻ അക്കൗണ്ട്. സോ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ ത്രൂ റിവാലുവേഷൻ ഒക്കെ ഫുള്ള് പഠിച്ച് റിവാലുവേഷൻ എന്നല്ല എല്ലാം പഠിക്കാം, എല്ലാം പഠിക്കാം. ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 1 ഇൻ അവർ പ്രിന്റ് ഔട്ട്. ഓക്കെ അല്ലേ? ഇതിൽ നമ്മൾ റീവാലുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഫോളോയിങ് ഈസ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് 1 മിനിറ്റ്.